എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട NIOS വിദ്യാർത്ഥികളെ, നിങ്ങൾ 2023 ഏപ്രിൽ ബാച്ച് അസൈൻമെന്റ് എഴുതുന്ന തിരക്കിലാണല്ലേ? അപ്പോൾ നിങ്ങളുടെ അസൈൻമെന്റുകൾ നിങ്ങൾ ഏകദേശം എഴുതി കഴിഞ്ഞവരുണ്ടാകും. ഇനി അത് സബ്മിറ്റ് ചെയ്യേണ്ടുന്ന സമയം. അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അതിനെക്കുറിച്ച് പറയുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു TMA സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ നേരത്തെയൊക്കെ ആണെങ്കിൽ എങ്ങനെയായിരുന്നു? TMA ഓഫ്ലൈൻ ആയിട്ടല്ലേ എഴുതി നമ്മൾ സ്റ്റഡി സെൻറ്ററിൽ ഒന്നുകിൽ നിങ്ങൾ പഠിക്കുന്ന സെൻറ്ററിൽ നിന്ന് എത്തിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ടോ എന്ത് ചെയ്യുമായിരുന്നു? TMA സ്റ്റഡി സെൻറ്ററിൽ എത്തിക്കുകയായിരുന്നു പതിവ്. അപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ എന്തായിട്ടുണ്ട്? അത് ഓൺലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ എന്ത് ചെയ്യണം? ഒരാഴ്ചയ്ക്ക് മുമ്പ്, അതായത് 7 ദിവസത്തിന് മുൻപ് തന്നെ നിങ്ങൾക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതിനുള്ള, വീണ്ടും ഒന്നുകൂടി അപ്ലോഡ് ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും. ഇത് മിക്കവാറും വിദ്യാർത്ഥികൾക്കും അറിയാത്ത കാര്യമാണ്. ഒരിക്കൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പോലും അവർ അയ്യോ അപ്ലോഡ് ചെയ്തല്ലോ, അല്ലെങ്കിൽ ഇനി അതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടി TMA അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ TMAയുടെ റിസൾട്ട് വരുന്നത് വരെ അല്ലെങ്കിൽ അതിൻ്റെ മാർക്ക് നിങ്ങൾ അറിയുന്നത് വരെ ഒരു കാരണവശാലും നിങ്ങൾ എഴുതിയ TMA കയ്യിൽ നിന്നും നഷ്ടപ്പെടുത്താൻ പാടുള്ളതല്ല. എന്തെങ്കിലും കാരണവശാൽ നമ്മളിപ്പോൾ ഓൺലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്യുന്നത്, എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ മാർക്ക് ലഭിക്കാതെ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമോ എന്തെങ്കിലും വന്നാൽ നമ്മൾ എഴുതിയതിനുള്ള തെളിവായിട്ട് നിങ്ങൾ എഴുതിയ TMA നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അതുപോലെ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും 7 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലും 7 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്